ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സ് NCERT ആണ്. ക്ലാസ് 12 NCERT നോക്കിയിട്ട് മതി നിങ്ങൾ ക്ലാസ് 11ൻ്റെ ഇന്ത്യൻ എക്കണോമി അത് നോക്കാൻ. കാരണം ക്ലാസ് 12 ആണ് ബേസിക്. ഓക്കെ, അതിനുശേഷം ക്ലാസ് 11ൻ്റെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് സംഭവമുണ്ട്, അത് നോക്കാം. ഓക്കെ, അത് 2 ദിവസം കൊണ്ട് തീരും. ഇതാണ് പാട്, ബിക്കോസ് ഇതാണ് ബേസിക്. സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷനിൽ എങ്ങനെ മാക്രോ എക്കണോമിക്സ് വന്നു, പിന്നെ കറക്റ്റ് ഇപ്പോഴത്തെ കണ്ടക്സ്റ്റ് എന്താണ്. ഓക്കെ, അതിനുശേഷം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ് ചാപ്റ്റർ 2, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. പിന്നെ മണി ആൻഡ് ബാങ്കിങ്, ഇൻകം ഡിറ്റർമിനേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് എക്കണോമി, പിന്നെ ഓപ്പൺ എക്കണോമി, മാക്രോ എക്കണോമി. അത് 6 ചാപ്റ്റേഴ്സാണുള്ളത്. 6 ചാപ്റ്റേഴ്സും നല്ല തറവായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇതാണ് ബേസ്. ഈ ബേസിൽ നിന്നാണ് നിങ്ങൾ ഇനിയുള്ള ന്യൂസ് പേപ്പർ ആയാലും എന്ത് സംഭവമായാലും നിങ്ങൾ ബിൽഡപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ മാക്സിമം തീർക്കാൻ പറ്റുന്നിടത്തോളം തീർത്ത് പോവുക. ഓക്കെ, സോ മൈക്രോ എക്കണോമിക്സ് നമ്മൾ 11th പഠിക്കുന്നു, മാക്രോ എക്കണോമിക്സ് 12th പഠിക്കുന്നു. മൈക്രോ എക്കണോമിക്സിന് UPSCയിൽ ഒരു ക്വസ്റ്റ്യൻ പോലും ഇതിൽ ചോദിച്ചിട്ടില്ല. മാക്രോ എക്കണോമിക്സ് ആണ് ചോദിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, സോ ഒരു കൺട്രിയുടെ ടോട്ടൽ പ്രൊഡക്ഷനും ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റും എന്ന് പറയുന്നത് പ്രൈസ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, വേജ് റേറ്റ്, പ്രോഫിറ്റ് തുടങ്ങിയ വേരിയബിളിന് അനുസരിച്ചിട്ടാണ് ഉള്ളത്. സോ ഈ ഒരു സിംഗിൾ ഇമാജിനറി കമ്മോഡിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് അതിനും ചേഞ്ച് ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും. സോ അങ്ങനെ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, മാക്രോ എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട്സ്, അതായത് ഇപ്പോൾ പ്രൈസസ് ആർ ഗോയിങ് ഹൈ എന്ന് പറയുന്നത് ഇൻഫ്ലേഷനും, എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലെവൽ കുറയുകയാണെന്ന് വെച്ചാൽ ഡിപ്രഷനുമാണ് അർത്ഥം. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് മാറി കുറച്ചുകൂടി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓൺ 2 സെക്ടേഴ്സ്, അഗ്രികൾച്ചർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, അതിന് തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, 2 സെക്ടേഴ്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഓക്കെ, 3 കൈൻഡ്സ് ഓഫ് കമ്മോഡിറ്റി നമ്മളിപ്പോൾ എല്ലാ കമ്മോഡിറ്റിയും റെപ്രസെൻറ്റേറ്റ് ചെയ്യും എന്നായിട്ട് തിരിക്കുക. ഒന്നെന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഗുഡ്സ്, 2 ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, 3 സർവീസസ്. ഇതിന് ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ ടെക്നോളജി, ഡിഫറെൻറ്റ് പ്രൈസസ് ആയിരിക്കും. അപ്പോൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് എങ്ങനെ ഇൻഡിവിജ്വൽ ഔട്ട്പുട്ട് ലെവൽ, പ്രൈസസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ലെവൽസ് ഓഫ് ദിസ് ഡിഫറെൻറ്റ് ഗുഡ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നതാണ് മാക്രോ എക്കണോമിക്സ് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, എന്താണ് എക്കണോമിക് ഏജൻസ് എന്ന് അറിയാനായിട്ട്? എക്കണോമിക് ഏജൻസ് എന്ന് വെച്ചാൽ എക്കണോമിക് ഡിസിഷൻസ് എടുക്കുന്ന ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് എക്കണോമിക് ഏജൻസ് അല്ലെങ്കിൽ എക്കണോമിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അവർ കൺസ്യൂമേഴ്സ് ആവാം, പ്രൊഡ്യൂസേഴ്സ് ആവാം, എന്തും ആവാം. ഓക്കെ, സോ ഒരു എക്കണോമീനെ മൊത്തത്തിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് നോക്കുന്നത്. മാക്രോ എക്കണോമിക്സ് ഒരു സിറ്റുവേഷൻ ഓഫ് എക്കണോമി ആസ് എ ഹോൾ. ആഡം സ്മിത്ത് ആണ് ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ബയറും സെല്ലറും അവരവരുടെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എക്കണോമിക്സിന് അതിന് യാതൊരു രീതിയിലും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. പക്ഷേ ചില കേസസിൽ മാർക്കറ്റ്സ് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ചില കേസസിൽ മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്തു, പക്ഷെ അവർക്കൊരു ഇക്വിലിബ്രിയം കൊണ്ടുവരാൻ പറ്റില്ല. മൂന്നാമത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്പർ ഓഫ് സിറ്റുവേഷൻസ് ഓഫ് സൊസൈറ്റി അവരെന്ന് പറയുന്നത് സർട്ടൻ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഗോൾസിന് അൺസെൽഫിഷ്ലി ആയിട്ട് ഫോർ സം ഓഫ് ദ അഗ്രിഗേറ്റ് എഫക്ട്സ് ഓഫ് മൈക്രോ എക്കണോമിക് ഡിസിഷൻ ചില ഇൻഡിവിജ്വൽ എക്കണോമിക് ഏജൻസ് എടുത്തുന്ന അവരുടെ ഡിസിഷന് വേണ്ടി അൺസെൽഫിഷ് ആയിട്ട് ഇവർ എന്താ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഗ്രികൾച്ചറൽ ലേബേഴ്സ് ആണ് വെക്കുക, അവർക്ക് അൺസെൽഫിഷ് ആയിട്ടാണ് ഒരു സോഷ്യൽ ഗോളിന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് അവർ വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ 3 കൈൻഡ് ഓഫ് അതിനെയാണ് കണ്ടത്. അപ്പോൾ ഈ പർപ്പസിന് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് മാർക്കറ്റ്സ് ഓഫ് ടാക്സേഷനും ബഡ്ജറ്ററി പോളിസിയും ഒക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു മണി സപ്ലൈയിൽ ചേഞ്ച് കൊണ്ടുവരാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെ മാറ്റാം, വേജസ് എങ്ങനെ കൂട്ടാം, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എങ്ങനെ കൂട്ടാം, ഔട്ട്പുട്ട് എങ്ങനെ കൂട്ടാം, ഇതൊക്കെയാണ്. അപ്പോൾ മാക്രോ എക്കണോമിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ മൈക്രോ എക്കണോമിക്സ് ഒരു ഡീപ്രൂട്ട്സ് ഉണ്ട്, പക്ഷേ അത് മൊത്തത്തിലുള്ള എഫക്ട്സ് ഓഫ് ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ്സ് ആൻഡ് സപ്ലൈ ആണ് നോക്കുന്നത്. ഓക്കെ, ഹൗവർ ഇൻ അഡീഷൻ ഇറ്റ് ഹാസ് ടു ഡീൽ വിത്ത് പോളിസീസ് എയിംഡ് അറ്റ് ഓൾസോ മോഡിഫൈങ് ദീസ് ഫോഴ്സസ്. അപ്പോൾ ഫോളോ ചോയ്സസ് മേഡ് ഇപ്പോൾ സൊസൈറ്റിയുടെ ഔട്ട്സൈഡ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന സൊസൈറ്റിയുടെ ചേഞ്ചസ് വരെ ഇവർ നോക്കുന്നുണ്ട്. ഓക്കെ, സോ മൈക്രോ എക്കണോമിക് ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കുന്നത്? 1 RBI, 2 SEBI, അതേപോലത്തെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിൻ്റെ ഡിസിഷൻ എടുക്കുന്നത്.
ഓക്കെ, അടുത്തത് എങ്ങനെ എമർജൻസി ഉണ്ടായി. അതിന് മുന്നേ അവർക്ക് എന്തുകൊണ്ടാണ് RBI ഒരു മാക്രോ എക്കണോമിക് ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറയുന്ന ഗോൾ പെർസ്യൂ ചെയ്ത് ഒരു സോഷ്യൽ എഫക്റ്റായിട്ട് ഇൻഡിവിജ്വൽ എക്കണോമിക് ഏജൻസിന് പ്രൈവറ്റ് പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് മാത്രമല്ല വെൽഫെയർ മോട്ടീവിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അവർ എക്കണോമിക് ഒബ്ജക്റ്റീവിനേക്കാളും കുറച്ചുകൂടി ബിയോണ്ട് പോയിട്ട് അവർ ഡയറക്റ്റ് ആയിട്ട് എക്കണോമിക് റിസോഴ്സിനെ പബ്ലിക് നീഡ്സിന് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ് മാക്രോ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹമാണ് അത് കൊണ്ടുവന്നത്. കാരണം ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 ശേഷമാണ് മനസ്സിലായത് ഇങ്ങനെ ചുമ്മാ അങ്ങ് എക്കണോമിയെ വിട്ടാൽ പറ്റത്തില്ല, എക്കണോമിസ്റ്റ് കൂടി ഇടപെട്ട് സോഷ്യൽ ഗോൾസിലേക്ക് കൊണ്ടുവരണം എന്ന് വന്നതിന് ശേഷമാണ് നമുക്ക് കുറച്ച് റേഷൻ ഏരിയ കിട്ടി തുടങ്ങിയത്. ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് കൺട്രി എന്ന് പറയുന്നതിൽ ഓൺട്രപ്രണർ കാണും, അവർക്കൊരു ക്യാപിറ്റൽ കാണും, ആ ക്യാപിറ്റൽ വെച്ച് നാച്ചുറൽ റിസോഴ്സസ് വാങ്ങിക്കും, നാച്ചുറൽ റിസോഴ്സസ് മാത്രമല്ല അവർ വാങ്ങുന്ന ലേബറും വാങ്ങും. ഓക്കെ, അതിനുശേഷം അവർക്ക് റവന്യൂ കിട്ടുന്നു, ആ റവന്യൂവിൻ്റെ ഒരു ഭാഗം അവർ ഇൻവെസ്റ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നു, അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, സോ ക്യാപിറ്റലിസ്റ്റിൽ ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രൈവറ്റ് ഓണർഷിപ്പാണ്, രണ്ടാമത്തെന്ന് പറയുന്നത് സെല്ലിംഗ് ദ ഔട്ട്പുട്ട് ഇൻ ദ മാർക്കറ്റ്, മൂന്നാമത്തെ പറഞ്ഞാൽ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ലേബർ സർവീസസ് ആണ്. വേജ് റേറ്റ് എന്ന് പറയും, വേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ സെയിലാണ്, പർച്ചേസ് ആണ് വേജ് ലേബർ. ഓക്കെ, പിന്നെ ഇത് ഇത്രയും. പിന്നെ ഫേം എന്ന് വെച്ചാൽ എന്താണ്, പ്രൊഡക്ഷൻ യൂണിറ്റ്സിനാണ് ഫേം എന്ന് പറയുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസിലും പ്രൈവറ്റ് ക്യാപിറ്റലിസ്റ്റ് സെക്ടർ അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ എന്താണ്, അവർക്ക് ലോ ഉണ്ടാക്കുക, എൻഫോഴ്സ് ചെയ്യുക, ജസ്റ്റിസ് ഡെലിവർ ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ് ചില സമയത്ത് പ്രൊഡക്ഷൻ അണ്ടർടേക്ക് ചെയ്യുകയും ടാക്സസ് ഇമ്പോസ് ചെയ്യും, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, സ്കൂള്, കോളേജ്, ഹോസ്പിറ്റൽ, ഹെൽത്ത് സർവീസസ് ഇതൊക്കെ കൊടുക്കുന്നു. ഈ എക്കണോമിക് ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റിനെ ഒരു അക്കൗണ്ടായിട്ട് എടുത്തിട്ട് നമ്മൾ ഗവൺമെൻറ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അടുത്തത് ഹൗസ് ഹോൾഡ് സെക്ടറാണ്. ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് എന്താണ്, സിംഗിൾ ഇൻഡിവിജ്വൽ ആണ്, നമ്മൾ ഓരോരുത്തരെയും ഹൗസ് ഹോൾഡ് സെക്ടർ എന്ന് പറയാം. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഫോർ ഹൂം ഡിസിഷൻസ് റിലേറ്റിംഗ് ടു കൺസംഷൻ ആർ ജോയിൻ്റ്ലി ഡിറ്റർമൈൻ. നമ്മുടെ കൺസംഷൻ റേറ്റ് നമ്മൾ ഒറ്റ ഇതായിട്ടല്ലേ നമ്മൾ തീരുമാനിക്കുന്നത്, ഒരു ഫാമിലി എങ്ങനെ കൺസ്യൂം ചെയ്യുന്നത് ഒരു ഫാമിലി വൈസ് ആയിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. സോ വി മസ്റ്റ് റിമെമ്പർ ദാറ്റ് ദ ഹൗസ് ഹോൾഡ് കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ ആൻഡ് ദിസ് പീപ്പിൾ വർക്ക് ഇൻ ഫേം. ഹൗസ് ഹോൾഡിൽ പീപ്പിൾ ഉണ്ട്, അവർ ഫേമിൽ വർക്ക് ചെയ്യും. ഞാൻ നേരത്തെ ശങ്കർ ഗണേഷ് പറഞ്ഞ സെയിം സംഭവം തന്നെയാണ്. ഓക്കെ, സോ എക്സ്റ്റേണൽ സെക്ടർ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്, ഇത് നമ്മുടെ ഇന്റേണൽ സെക്ടറാണ്. ഇനി എക്സ്റ്റേണൽ സെക്ടർ ഉണ്ട്. എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട്. എക്സ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ ഇന്ത്യ വെളിയിലോട്ട് സെല്ല് ചെയ്യുന്നതിനാണ് എക്സ്പോർട്ട്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് ഗുഡ്സ് നമ്മളിങ്ങോട്ട് വരുന്നതാണ് ഇമ്പോർട്ട്. ഓക്കെ, എക്സ്പോർട്ട് ഇമ്പോർട്ടും അല്ലാതെ തന്നെ വേറെ വരുന്നുണ്ട്, ക്യാപിറ്റൽ വരുന്നുണ്ട്, അതായത് ഫോറിൻ കറൻസി ഒക്കെ വരില്ലേ, അപ്പോൾ ക്യാപിറ്റൽ വരുന്നു. അപ്പോൾ എക്സ്പോർട്ട്, ഇമ്പോർട്ട് ആൻഡ് ക്യാപിറ്റൽ വരുന്നു. സോ ഇത് ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ നോക്കണം എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയുക, പ്രോഫിറ്റ് അറിയുക, ഗ്രേറ്റ് ഡിപ്രഷൻ, 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഏതൊക്കെയാണ്, ലാൻഡ് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യുക 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങൾ ഓരോ കീ കോൺസെപ്റ്റാണ്, ഈ കീ കോൺസെപ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചെന്നാണ് അർത്ഥം. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, എന്നിട്ട് വേണം അടുത്ത ചാപ്റ്ററിൽ പോകാൻ. NCERT പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പോകണം, ബിക്കോസ് നമ്മൾ ഇൻ കേസ് എന്തെങ്കിലും സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു പോയിന്റ് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നാഷണൽ ഇൻകം അക്കൗണ്ട് ഞാൻ നേരത്തെ പഠിപ്പിച്ചതാണ് ശങ്കർ ഗണേഷിൻ്റെ ക്ലാസ്സിൽ, മുന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, എക്കണോമിക്സ് ക്ലാസ് നമ്പർ 1. ഇത് NCERT ആയതുകൊണ്ട് ഈസി ആയിട്ട് പോകാം. ഓക്കെ, സോ നമ്മൾ ഇതിൽ പറയുന്നത് വെച്ചാൽ എങ്ങനെ എക്കണോമിയിൽ നമ്മൾ മൊത്തം കൺസിഡർ ചെയ്തെന്ന് പറയുന്നു. ഓക്കെ, സോ എങ്ങനെ നമുക്കതിനെ കൺസിഡർ ചെയ്തെന്ന് പറയാം, എക്കണോമി എങ്ങനെ നമ്മൾക്ക്, അതായത് ഇപ്പോൾ എക്കണോമി വളരുന്നുണ്ടോ ഇല്ലയോ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്, നമ്മൾ ആക്ച്വലി ആ എക്കണോമീനെ എന്ത് ചെയ്യും, ആ എക്കണോമീനെ നമ്മൾ നാഷണൽ ഇൻകം എടുക്കും അല്ലേ. അപ്പോൾ മാക്രോ എക്കണോമിക്സിൻ്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ജോൺ മെയ്നാർഡ് ആഡം സ്മിത്തിൻ്റെ ഇൻഫ്ലുവൻഷ്യൽ വർക്കായ ആൻ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസ് ഓഫ് വെതർ നേഷൻസ്, അവർ പറയുന്നത് എന്തുകൊണ്ട് ചില കൺട്രീസ് റിച്ച് ആവുന്നു, എന്തുകൊണ്ട് ചില കൺട്രീസ് പുവർ ആവുന്നു. അത് സെൻട്രൽ ക്വസ്റ്റ്യൻസ് ഓഫ് എക്കണോമിയാണ് നമ്മളിപ്പോഴും ആലോചിക്കുന്നുണ്ട്. ചില കൺട്രീസ് ഏറ്റവും ഫെർട്ടൈലായ കൺട്രീസ് ആയിരിക്കും, അവരായിരിക്കും മോസ്റ്റ് പ്രോബ്ലി നാച്ചുറലി ഇത് റിച്ചസ്റ്റ് കൺട്രി അല്ലേ. അപ്പോൾ റിച്ച് ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, അവർക്ക് തന്നെ എന്തുണ്ട്, പൂറസ്റ്റ് കൺട്രീസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ത്യയുടെ കാര്യം തന്നെ എടുത്തു നോക്കുക.
ഇന്ത്യയിൽ എന്തുമാത്രം റിസോഴ്സസ് ഉണ്ട് അല്ലേ? ഇന്ത്യയിൽ ഇനിയും കണ്ടുപിടിക്കാത്ത, ലോകത്ത് പലയിടത്തും കിട്ടാത്ത കൈൻഡ് ഓഫ് റിസോഴ്സസ് ഇന്ത്യയിൽ തന്നെയുണ്ട്. പക്ഷേ ഇന്ത്യ എന്തുകൊണ്ട് ഡെവലപ്ഡ് ആയില്ല? മനസ്സിലായില്ല. നമുക്ക് ആ റിസോഴ്സസ് മാത്രം പോരാ, ആ ടെക്നോളജി വേണം, അത് ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി വേണം, അതിന് നമുക്ക് ക്യാപിറ്റലൊക്കെ വേണം അല്ലേ? സോ ടെക്നോളജി വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം? എക്കണോമിക് അല്ലെങ്കിൽ വെൽബീയിങ് റിസോഴ്സസ് കൊണ്ട് മാത്രം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. ഈ റിസോഴ്സിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എങ്ങനെ അതിൻ്റെ കൺസിക്വൻസസ് ആയിട്ട് ഇൻകമും വെൽത്തും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ റൈസ് ചെയ്യുന്നത്? അവരുടെ എനർജീസ് പീപ്പിൾ അല്ലാണ്ട് ഒരുമിച്ച് നിന്ന് കൂട്ടായ്മയോടുകൂടി, ടെക്നോളജിയുടെ കൂടി, സോഷ്യൽ ഒരു സ്ട്രക്ചറോടുകൂടി ഒരു ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു. ഓക്കെ, സോ അതാണ് കാര്യം. പിന്നെന്താണ്? ഔട്ട്പുട്ട്, ഇൻപുട്ട്. സോ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് നമ്മളൊരു ക്ലോത്ത്, ഇതിപ്പോൾ ഒരു കോട്ടൺ, ഒരു റോ കോട്ടണ് ഒരു ക്ലോത്ത് ആയി കഴിഞ്ഞു. അതിനെയാണ് എന്ത് പറയുക? ഫൈനൽ ഗുഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫൈനൽ ഗുഡായി. ഫൈനൽ ഗുഡിൽ തന്നെ രണ്ട് കൈൻഡ് ഓഫ് ഉണ്ട്, കൺസംഷനും ക്യാപിറ്റലും. കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നതാണ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്താണ്? അതൊരു അസറ്റ് പോലത്തതാണ്. അപ്പം കൺസംഷൻ എന്ന് പറയുമ്പോൾ ഫുഡ്, ക്ലോത്തിങ്, ഓക്കെ, റിക്രിയേഷൻ, ഇതൊക്കെ എന്താണ്? കൺസ്യൂംഡ് ആണ്. ഓക്കെ, അത് കൺവീനിയൻസിന് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ നമ്മളത് കൺസ്യൂമർ ഗുഡ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. കൺസംഷൻ ഗുഡ്സ് തന്നെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് ചിലതെന്ന് പറയുന്നത് ഡ്യൂറബിൾ ക്യാരക്ടറാണ്. അതായത് ടൂൾസ്, മെഷീൻസ്, അതൊക്കെ ഡ്യൂറബിൾ ക്യാരക്ടർ, അതാണ് ക്യാപിറ്റൽ ഗുഡ്സ്. ഓക്കെ, അതെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് അതർ കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു എന്താണ്? അസറ്റാണ്. അത് ഉപയോഗിച്ച് നമുക്ക് വേറെ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ഈ ഗുഡ്സ് ആണ് ശരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ്റെ ക്രൂഷ്യൽ ഫാക്ടർ. എങ്ങനെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും, എങ്ങനെ ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് പോകും, കണ്ടിന്യൂസ് സൈക്കിൾ ഓഫ് പ്രൊഡക്ഷൻ, ഇതാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് ദ ഗ്രാജുവലി അണ്ടർഗോ വിയർ ആൻഡ് ടിയർ. ഇവർക്ക് എന്ത് പറ്റും? ഒരു എൻജിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ബൈക്ക് വാങ്ങിച്ചെന്ന് വെച്ചാൽ അതൊരു ക്യാപിറ്റൽ ഗുഡാണ്. കാരണം അതൊരു അസെറ്റാണ് അല്ലേ? നമുക്ക് അത് ഉപയോഗിച്ച്, ബൈക്ക് ഉപയോഗിച്ച് ട്രാൻസ്പോർട്ടേഷൻ നടത്താം. ആ ബൈക്കിനെ നമുക്ക് പിന്നീട് വിൽക്കുകയും ചെയ്യാം. സോ അതൊരു അണ്ടർഗോ വിയർ ആൻഡ് ടിയർ, ബിക്കോസ് എൻജിനാണ് അല്ലേ? ബൈക്കിൽ എൻജിനുണ്ട്, എൻജിന് പ്രശ്നങ്ങളുണ്ടാവാം, ഓയിൽ പ്രശ്നം ഉണ്ടാകും, അപ്പോൾ കുറച്ച് വിയർ ആൻഡ് ടിയർ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും? അത് റിപ്പയർ ചെയ്യണം, ഗ്രാജുവലി റീപ്ലേസ് ചെയ്യേണ്ടിയും വരും. അപ്പോൾ ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ആൻ എക്കണോമി പൊസസ് ഇസ് ദസ് പ്രിസർവ്ഡ്, മെയിൻറ്റെയിൻഡ് ആൻഡ് റിന്യൂഡ് പാർഷ്യലി ഓർ ഹോൾലി ഓവർ ടൈം. ഓക്കെ, സോ അങ്ങനെ നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ചിലതുണ്ട്, ടെലിവിഷൻ, ഓട്ടോമൊബൈൽ, ഹോം കമ്പ്യൂട്ടർ. ശരിക്കും അൾട്ടിമേറ്റ് കൺസംഷൻ ആണെങ്കിലും അതും ഡ്യൂറബിൾ ആണ്. ഓക്കെ, ദേ ആർ നോട്ട് എക്സ്റ്റിങ്ക്യൂസ്ഡ് ബൈ ഇമ്മീഡിയറ്റ് ഓർ ഈവൻ ഷോർട്ട് പീരീഡ് കൺസംഷൻ. അതായത് നമ്മളിപ്പോൾ ഫുഡ്, ക്ലോത്ത് ആണെങ്കിൽ കൂടിപ്പോയ ഒരു 5 വർഷം വരെ ഇടാം അല്ലേ? പക്ഷെ ബൈക്കോ കാറോ വീടോ ഒക്കെ ആണെങ്കിലോ, ബൈക്കോ കാറോ ടി വിയോ ഓട്ടോമൊബൈൽസോ ഹോം കമ്പ്യൂട്ടേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ കുറേ കാലം ഉപയോഗിക്കും. അതിനെയാണ് നമ്മൾ കൺസ്യൂമർ ഡ്യൂറബിൾ എന്ന് പറയുന്നത്. അവർക്കും വിയർ ആൻഡ് ടിയറും ഉണ്ട്. ഓക്കെ, സോ കൺസ്യൂമർ ഗുഡ്സ് ആണ്, പക്ഷെ അത് ഡ്യൂറബിൾ ആണ്, അതാണ് കൺസ്യൂമർ ഡ്യൂറബിൾ. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാർബൺ എടുക്കുക അല്ലെങ്കിൽ അയൺ എടുക്കുക. അയണും കാർബണും കൂടെ ചേർന്ന് സ്റ്റീലാവും. അപ്പോൾ സ്റ്റീലാണ്, പക്ഷേ സ്റ്റീൽ പിന്നും ഫൈനൽ ഗുഡല്ല. സ്റ്റീലിന് നമുക്ക് വേറെ പല രീതിയിൽ ഉപയോഗിക്കാം. സോ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സും ഉണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ കമ്മോഡിറ്റീസ് ഫോർ സെയിൽ, അതായത് സം ടോട്ടൽ ഓഫ് മോണിറ്ററി വാല്യൂ ഓഫ് ഡൈവേഴ്സ് കമ്മോഡിറ്റീസിനെയാണ് ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. അല്ല, ഇതേപോലെ ഒരുപാട് കമ്മോഡിറ്റീസ് കൂടി കഴിയുമ്പോഴാണ് നമുക്കൊരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരുന്നത് നമ്മൾ ഡബിൾ കൗണ്ടിങ് വരും. അപ്പോൾ ഈ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി അടുത്താണ് സ്റ്റോക്കും ഫ്ലോയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സ്റ്റോക്ക്, എന്നാണ് ഫ്ലോ. ഫ്ലോ എന്ന് പറയുന്ന ഒരു പീരീഡ് ഓഫ് ടൈമാണ്. ഒരു പീരീഡ് ഓഫ് ടൈം, ഒരു ഡ്യൂറേഷൻ ഉണ്ട്. പക്ഷെ സ്റ്റോക്ക് അങ്ങനെയല്ല. സ്റ്റോക്ക് അപ്പോഴപ്പോഴത്താണ്, പെർട്ടിക്കുലർ പോയിന്റ്. ഇപ്പം നമ്മൾ ചോദിക്കുക അരി ഇപ്പോൾ എത്രയാണ്, അരിയുടെ സ്റ്റോക്ക് എത്രയും ചോദിക്കും. അപ്പോൾ അരി ഇപ്പോൾ 2 കിലോ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അതാണ് സ്റ്റോക്ക്. പക്ഷെ ഫ്ലോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എത്ര നാൾ തൊട്ട് എത്ര നാൾ വരെ ഒരു ഡ്യൂറേഷനാണ് വരുന്നത്. ഓക്കെ, സോ പിന്നെന്താണ് പീരീഡ് ഓഫ് ടൈം നമ്മൾ ഏതിനായിരിക്കും ഉപയോഗിക്കുന്നത്? ക്യാപിറ്റൽ ഗുഡ്സിനായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ? കാരണം വിയർ ആൻഡ് ടിയർ ഒരു പീരീഡ് ഓഫ് ടൈം കൊണ്ടാണ് വരുന്നത്. പക്ഷേ അതേസമയം നമ്മൾ കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണെങ്കിൽ എന്താ ഉപയോഗിക്കുന്നത്? സ്റ്റോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് വായിച്ചാൽ മതി. Capital goods or consumable durables are once produced do not wear or tear, get consumed.
ഡിനൈഡ് ടൈം. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് സ്റ്റോക്ക് ഉപയോഗിക്കുന്നത്. സ്റ്റോക്കിന് ചേഞ്ച് ഇൻ സ്റ്റോക്കായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മൊത്തത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഗ്രോസ്. അതായത് നമ്മൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ ഡിപ്രീസിയേഷനും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നത്. ഡിപ്രീസിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഗുലർ വിയർ ആൻഡ് ടിയർ ഓഫ് ക്യാപിറ്റലാണ്. ഓക്കെ, നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എല്ലാം വായിച്ചതേക്ക് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. സോ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് കൺസെപ്റ്റാണ്. ഓക്കെ, പിന്നെ ജസ്റ്റ് വായിക്കുക, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആഡം സ്മിത്തിൻ്റെ ആ ബുക്ക് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് ദ കോസ്റ്റ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. വെൽത്ത് ഓഫ് നേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. അതെ, ഡിപ്രീസിയേഷൻ ശരിക്കും പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ സഡൻ ഡിസ്ട്രോയ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഗുഡ്സിനെ എടുത്ത് മാറ്റി വെച്ചേക്കുക, ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഫ്ലഡ് വന്ന് അടിച്ചു പോയി, അല്ലെങ്കിൽ കൊടുങ്കാറ്റ് വന്ന് അതെല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു അക്കൗണ്ട് ഡിപ്രീസിയേഷൻ എടുക്കത്തില്ല. ഓക്കെ, if an economy produces more of consumer goods and is producing less of capital goods, ചില എക്കണോമീസ് അങ്ങനെ എക്കണോമീസ് ഉണ്ട്. ഓക്കെ, ഒരു ട്രേഡ് ഓഫ് വരും രണ്ട് സൈഡിലും. ഓക്കെ, മോർ സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് ഹെവി ക്യാപിറ്റൽ ഗുഡ്സ് റേസ് ലേബർ. അതായത് ഇപ്പം ഹെവി ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ ലേബറിൻ്റെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി കൂട്ടും. ഓക്കെ, ഇപ്പോൾ ട്രഡീഷണൽ വീവർ ആണെങ്കിൽ മോഡേൺ മെഷീനറി വെച്ച് ഇഷ്ടംപോലെ സാരി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ മോഡേൺ മെഷീനറി, ട്രഡീഷണൽ ഹാൻഡ്ലൂം വെച്ചിട്ട് ഒരു ദിവസം കൊണ്ട് ഒരു സാരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ മാക്സിമം. ഓക്കെ, സോ ഡീക്കേഡ്സ് വെട്ടേക്ക്, അതായത് താജ്മഹൽ ഉണ്ടാക്കുന്ന കാര്യം, പിരമിഡ് ഉണ്ടാക്കുന്ന കാര്യം. സോ അതൊന്നും അതിൻ്റെ സീനില്ല, അത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്തത് ടോട്ടൽ ഔട്ട്പുട്ട് ഈസ് ഹയർ ദാൻ ദ എമൗണ്ട് ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. അത് നല്ലത്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് എന്താണ്? വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ലാൻഡ്. ഇത് ഇത്രയാണ് എന്ത് 4 മോഡ്സ് അല്ലേ. സോ 4 kinds ഓഫ് കോൺട്രിബ്യൂഷൻ ആണ് എക്കണോമി വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ വേജ്, രണ്ട് ഇൻട്രസ്റ്റ്, പിന്നെ പ്രോഫിറ്റ്, പിന്നെ റെൻറ്റ്. ഓക്കെ, സോ ഇതിലെന്ന് പറയുന്നത് ഒരു വൺ വേ ഉള്ളൂ, അതായത് ഹൗസ് ഹോൾഡ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ഞാൻ നേരത്തെ നമ്മൾ ശങ്കർ ഗണേഷ് കണ്ട സെയിം. ഇത് ഹൗസ് ഹോൾഡ്, ഇത് ഫേം. ഹൗസ് ഹോൾഡ് ഫേമിലേക്ക് സ്പെൻഡ് ചെയ്യുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. ഹൗസ് ഹോൾഡിൽ നിന്ന് കുറച്ച് പേര് അവിടെ ജോലിക്ക് പോകുന്നു, അവർക്കുള്ള പേയ്മെൻറ്റ്സ് കൊടുക്കുന്നു. സോ ഇതാണ് അവിടുത്തെ ഇത്. അപ്പം നിങ്ങൾ എക്കണോമീസിൻ്റെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇതാണ്, മനസ്സിലായല്ലേ? അതായത് ഇവരെ ഇൻകം ഇവിടെയും പോകും, ഇവരെ ഇൻകം ഇവിടെയും പോകും, മനസ്സിലായി? മൊത്തം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്, മനസ്സിലായല്ലേ? സോ നമുക്ക് ഇവിടുത്തെ മൊത്തം അഗ്രിഗേറ്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ ഇവിടുത്തതും കിട്ടും. ഓക്കെ, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ 3-4 മെത്തേഡ് ഓഫ് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ വരുന്നത്. ഒന്ന് എക്സ്പെൻഡിച്ചർ, പിന്നെ പ്രൊഡക്റ്റ്, പിന്നെ ഇൻകം. ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ്, വീണ്ടും വീണ്ടും പറയാൻ വയ്യ. ഓക്കെ, ഇതിൽ പ്രൊഡക്റ്റ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് നോക്കുക. ഇതിലൊരു സംഭവമുണ്ട്, വാല്യൂ ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫേം. വാല്യൂ ആഡഡ് ഫേം എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫേം മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. ഇത് ഡബിൾ കൗണ്ടിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ പറയുന്നത്. വാല്യൂ ആഡഡ് എന്ന് വെച്ചാൽ എന്താണ്? നെറ്റ് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ എ ഫേം. അതായത് ഒരു ഫേം കുറച്ച് കോൺട്രിബ്യൂഷൻ അവർ ഇട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ നെറ്റ് കോൺട്രിബ്യൂഷനാണ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ 100 ആണ്, ബേക്കർ 200 ആണ്, അവർ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത് 0 ആണ്. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത് 0 ആണ്, ബേക്കർ 50 ആണ്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാകുമ്പോൾ വാല്യൂ ആഡഡ് എത്രയാണ്? 100 ആണ് വരുന്നത്. ഓക്കെ, സോ ബേക്കറിൻ്റെ എത്ര വരും? 200 - 50 150 ആണ് അവരുടെ വാല്യൂ ആഡഡ്. ഓക്കെ, അടുത്തത് ഡിപ്രിസിയേഷൻ എന്താണെന്ന് അറിയാലോ. കൺസംഷൻ ഓഫ് എ ഫിക്സഡ് ക്യാപിറ്റൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത്.
സോ അതിൻ്റെ ഇക്വേഷൻ മാത്രം നോക്കി പോവാം. നമ്മൾ മറ്റേ പറഞ്ഞ സംഭവം തന്നെയാണ്, വായിക്കുന്നവർക്ക് വായിക്കാം. ഓക്കെ, ഇനി വരുന്നത് ചില നമ്മൾ ഇൻവെൻട്രീസ് കുറച്ച് വാങ്ങിച്ച് വെക്കും, അൺപ്ലാൻഡ് അക്യുമുലേഷൻ. അപ്പോൾ അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഉണ്ട്, അൺപ്ലാൻഡ് ഡീക്യുമുലേഷൻ ഉണ്ട്. അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത, ഇപ്പോൾ കുറേ കോട്ടൺ ഷർട്ട് ഇപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ട് നമുക്കത് വിൽക്കാൻ സാധിച്ചില്ല. വിൽക്കാൻ സാധിക്കാത്തപ്പോൾ എന്ത് പറ്റി, നമ്മൾ വിചാരിക്കാത്തതാണ്, അത് അക്യുമുലേറ്റ് ആവും. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, കുറച്ച് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കി പക്ഷേ ഫ്ലഡ് വന്ന് അത് ഫുൾ കേടായി, അപ്പോൾ അത് അൺപ്ലാൻഡ് ഡീക്യുമുലേഷൻ. ഓക്കെ, ഞാൻ ഈ മീനിങ് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇതിലൊന്നും വലിയ ഇഷ്യൂ അല്ല. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഫേം എന്ന് പറയുന്നത്, GVAI എന്ന് പറയുന്നത് ഗ്രോസ് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ബൈ ദ ഫേം മൈനസ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. ഓക്കെ, നെക്സ്റ്റ് അതൊന്ന് ഇക്വേഷൻസ് അങ്ങ് നോക്കി വെച്ചേക്കും. അപ്പം GDP എന്ന് വെച്ചാൽ എന്താണ്, സം ഓഫ് ദ ഗ്രോസ് വാല്യൂ ആഡഡ് ഇൻ ഓൾ ദ ഫോംസ്. ഓക്കെ, നെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, GVA എന്ന് നെറ്റ് വാല്യൂ ആഡ് ആണ്. അപ്പോൾ GVA എന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. അപ്പോൾ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് വാല്യൂ ആഡഡ് ആണ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴി ചെയ്യുകയാണെങ്കിൽ എത്ര സ്പെൻഡ് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ്, പിന്നെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ടാണ്. സോ നമ്മൾ എപ്പോഴും ഇത് വെച്ചിട്ടാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നതൊക്കെ. അതായത് ഇപ്പോൾ GDP എന്തുകൊണ്ട് കുറഞ്ഞു നോക്കണമെങ്കിൽ നമ്മൾ ഇതാണ് ഉണ്ടാകുക, C+I+G+X-M. എക്സ് മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടാണ്. സോ സി എന്ന് വെച്ചാൽ എന്താണ്, കൺസംഷൻ. ഈ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്, പിന്നെ എക്സ്പോർട്ട്, ഇമ്പോർട്ട്. ഓക്കെ, സോ GDP എന്ന് വെച്ചാൽ എന്തുവാണ്, സം ടോട്ടൽ ഓഫ് ഓൾ ദ ഫൈനൽ എക്സ്പെൻഡിച്ചർ ആണ്. സോ അത് C+I+G+X-M. ഇൻകം മെത്തേഡ് വഴി എന്തൊക്കെയാണ്, ഇൻകം എന്ന് പറഞ്ഞാൽ വേജ്, പ്രോഫിറ്റ്, പിന്നെ എന്തൊക്കെയാണ്, ഇൻകം, റെൻറ്റ് അല്ലേ, W+I+R+N. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇത് രണ്ടും കൂടി ഈക്വൽ ആയിട്ട് ചെയ്യും. അതായത് GVA ഈക്വൽസ് GDP ചെയ്യും. C+I+G+X-M is equal to വേജ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഇൻകം പ്ലസ് റെൻറ്റ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് അല്ലാത്ത സമയത്താകുമ്പോഴത്തേക്കും GDP എന്ന് പറയുന്നത് I+G+X+T X-M എന്ന് പറഞ്ഞാൽ S+T ആണ്. അത് ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ആണ്. ഓക്കെ, GDP പറഞ്ഞാൽ CST ആണ്. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് CC ക്യാൻസൽ ചെയ്യും. I+G+X-M എന്ന് പറയുന്നത് കൺസംഷൻ വരും. അപ്പോൾ സിമ്പിളാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ് ഇല്ല, ഒരു ഫോറിൻ ട്രേഡും ഇല്ല, ഒരു മണി സപ്ലൈയും ഇല്ല, പിന്നെ എക്സ്പോർട്ടും ഇല്ല, സീറോ ആണെങ്കിൽ I=S എന്നാണ് പറയാം. ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് കുറച്ച് വെളിയിൽ നിന്ന് കുറച്ച് കറൻസീസ് വരുന്നത് അല്ലേ, ഫോറിൻ എക്കണോമി, അതാണ് ഇത് പറയുന്നത്. ഫോറിൻ എക്കണോമി എന്ന് പറയുന്നത് GNP is equal to GDP plus factor income earned by the domestic factors of production employed by the rest of the world factor income earned by the factors of production. So GNP എന്ന് വെച്ചാൽ എന്താണ്, GDP plus net factor income from abroad ആണ്. GNP എന്ന് പറഞ്ഞാൽ GDP ഉണ്ട്, പിന്നെ എന്തുകൂടെ ഉണ്ട്, നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന കറൻസി ഉണ്ട്. അപ്പോൾ NNP എന്ന് പറയുമ്പോൾ എന്താണ്, GNP എന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. NNP എന്ന് പറയുന്നത്, നെറ്റ് എന്ന് പറയുന്നത് ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക എന്നാണ്. സോ നെറ്റ് പ്രൊഡക്ഷൻ അറ്റ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റഡ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ആണ്. അത് NNP അറ്റ് മാർക്കറ്റ് പ്രൈസസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡീസ് ആണ്. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സിന് സബ്സിഡി കുറയ്ക്കുക, എന്നിട്ട് അതിന് NNP അറ്റ് മാർക്കറ്റ് പ്രൈസിന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ അത് കിട്ടും. ആ പേഴ്സണൽ ഇൻകം പറഞ്ഞു, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് പറഞ്ഞു, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. ഈ ഒരു സംഭവം പഠിച്ചത്, അതായത് GDP പ്ലസ് NFIA ആണ് GNP. ഓക്കെ, എന്നിട്ട് NNP പ്ലസ് ഡിപ്രീസിയേഷൻ ആണ് GNP. ID മൈനസ് സബ്സിഡി പ്ലസ് NI ആണ് എന്ത്, NNP. ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മാണ്. ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെ സമ്മാണ്. ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെ സമ്മാണ്. മനസ്സിലായോ? സോ അത് സിമ്പിളാണ്. ഈ ബോക്സ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. നെറ്റ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് നമുക്ക് കിട്ടുന്ന ഇൻകമിന് നമ്മൾ ടാക്സ് കുറയ്ക്കാം. ഓക്കെ, പ്രൈവറ്റ് ഇൻകം എന്ന് പറയുന്നത് ആണ്. ജസ്റ്റ് ഇത് വായിച്ചു നോക്കാൻ മാത്രമേ ഉള്ളൂ. ഇനി ഗുഡ്സ് ആൻഡ് പ്രൈസസ്. സോ ഗുഡ്സ് ആൻഡ് പ്രൈസസ് നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്, GDP ഡിഫ്ലേറ്റർ ഞാൻ പറഞ്ഞു, നോമിനൽ GDP ബൈ റിയൽ GDP × 100 അല്ല. സോ നോമിനൽ GDP ബൈ ബേസ് ഇയർ എന്ന് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് വായിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാൻ ഒന്നുകൂടി എടുക്കും.
Another way to measure the change of prices in an economy എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബാസ്ക്കറ്റ് ഓഫ് കമ്മ്യൂണിറ്റീസ് റെപ്രസെൻറ്റേറ്റീവ് കൺസ്യൂമർ കൊണ്ടുവരുന്ന രീതിയിൽ കൊണ്ടുവരും. അതൊരു പെർസെൻറ്റേജ് ടേമിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ്. പക്ഷേ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്. അപ്പം ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസസിനാണ്, മറ്റേത് കൺസ്യൂമറിൻ്റെ പ്രൈസാണ്. അപ്പം ഇൻ കൺട്രീസ് ലൈക്ക് USA ഇത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, CPIയും അല്ലെങ്കിൽ WPI GDP ഡിഫ്ലേറ്ററിന് ഡിഫർ ചെയ്യാൻ 3 കാരണമുണ്ട്. GDP ഡിഫ്ലേറ്ററാണ് മോസ്റ്റ് പ്രോബ്ലി നോക്കുന്നത്. കാരണം GDP ഡിഫ്ലേറ്റർ കറക്റ്റായിട്ട് എക്കണോമി എവിടെ നിൽക്കുന്നു, പ്രൈസ് റൈസ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെന്ന് പറയുന്നത് ഈ ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ കൺസ്യൂമർ, അതായത് CPIയോ അല്ലെങ്കിൽ WPI ഒന്നും എല്ലാ ഗുഡ്സിനെയും റെപ്രസെൻ്റ് ചെയ്യത്തില്ല. പക്ഷേ GDP ഡിഫ്ലേറ്റർ എല്ലാ ഗുഡ്സിനെയും സർവീസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. CPI എന്ന് പറയുന്നത് കൺസംഷൻ മാത്രമാണ്, റെപ്രസെൻറ്റേറ്റീവ് കൺസ്യൂമറാണ്. അപ്പോൾ അത് ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെയും പ്രൈസസ് വരും. പക്ഷേ GDP ഡിഫ്ലേറ്ററിന് ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ പ്രൈസ് വരില്ല. വെയ്റ്റ്സ് ആർ കോൺസ്റ്റൻറ്റ് ഇൻ CPI, പക്ഷേ പ്രൊഡക്ഷൻ ലെവൽ അനുസരിച്ചിട്ട് വെയ്റ്റ്സ് CPIയിൽ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ GDPയിൽ പ്രൊഡക്ഷൻ ലെവൽ അനുസരിച്ചിട്ടാണ് ഓരോന്നിൻ്റെയും വെയ്റ്റ്സ് വരുന്നത്. ഓക്കെ, GDP വെച്ച് നമുക്കൊരു കൺട്രിയുടെ വെൽഫെയർ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് GDP എത്രയാണ്? ബിക്കോസ് നമുക്ക് റൈസ് ഇൻ GDP എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിയൽ ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ നോൺ മോണിറ്ററി എക്സ്ചേഞ്ച് ഉണ്ട്, ബാർട്ടർ സിസ്റ്റം ഒക്കെ ഉണ്ട്. പിന്നെ എക്സ്റ്റേണാലിറ്റീസ് ഉണ്ട്. എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ കോസസ് ആണ്. ഓക്കെ, അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒന്നിലും മാർക്കറ്റിൽ കൊണ്ടുവന്ന് സെല് ചെയ്യുമോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. സോ അതുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് GDP കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. സോ ഇതാണ് നമ്മുടെ 2 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി 4 ചാപ്റ്ററും കൂടെ ഉള്ളൂ. 2 ചാപ്റ്റർ വെച്ച് 2 ക്ലാസ്സായിട്ട് ഞാൻ തീർക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ആ ഒരു ഡയഗ്രാം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ശങ്കർ ഗണേഷിലൊരു ഡയഗ്രാം ഉണ്ട്, ഇതിലൊരു ഡയഗ്രാം ഉണ്ട്. 2 ഡയഗ്രാം ജസ്റ്റ് ഒന്നും ചെയ്യുക, വരച്ച് പഠിക്കുക. NNP എന്താണ്, GNP എന്താണെന്ന് ആരിനി ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ കമൻറ്റ് ചെയ്യുകയോ എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്യുകയോ ഇവിടെ കമൻറ്റ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, നമ്മുടെ ടെലഗ്രാം ചാനൽ അറിയാലോ, KS Barriers ആണ്. അവിടെ പോവുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.